ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. കേരളത്തിലെ അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പായ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതിൻ്റെ തയ്യാറെടുപ്പിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ കടക്കുകയാണല്ലോ. സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് എന്നത്. കാരണം നേരിട്ടറിയുന്ന പരിചയമുള്ള വ്യക്തിക്ക് വോട്ട് ചെയ്യുക എന്നതും സ്ഥാനാർത്ഥിയെ നേരിട്ട് തീരുമാനിക്കുക എന്നതും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഓരോ വോട്ടറെയും നേരിട്ട് അറിയുവാൻ സാധിക്കുക, പേര് വിളിച്ച് അഭിസംബോധനം ചെയ്യാൻ സാധിക്കുക എന്നൊക്കെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആണല്ലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. കോൺഗ്രസിൻ്റെ കേരളത്തിലെ സീനിയർ നേതാവ് ശ്രീ AK ആന്റണി ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കൊടുത്ത ഒരു ഉപദേശം ഉണ്ട്. കോൺഗ്രസിൻ്റെ ഒരു കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ഉപദേശം പാർട്ടി നേതാക്കൾക്ക് കൊടുത്തത്, അവരെ ഓർമ്മിപ്പിച്ചത്. അടുത്തു വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നേതാക്കൾ തമ്മിൽ വഴക്കിട്ട് നിരന്തരം ചേരിതിരിഞ്ഞ് പ്രസ്താവനകൾ നടത്തുമ്പോൾ അണികൾക്ക് പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് അവർ പ്രവർത്തനത്തിൽ നിന്ന് പിന്നോട്ടടിക്കും. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നല്ല അവസരമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത്. നേതാക്കളുടെ തമ്മിലടി കാരണം പാർട്ടിയെ തോൽപ്പിക്കരുത് എന്നാണ് ശ്രീ AK ആന്റണി കേരളത്തിലെ സംസ്ഥാന ജില്ലാ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ഓർമ്മിപ്പിച്ചത്. ശ്രീ AK ആന്റണി ഇന്ന് കൊടുത്ത ഉപദേശം, അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അത് കേരള നേതാക്കളും ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾക്കും നല്ലവണ്ണം മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെടാം. അതല്ല, പ്രസ്താവനയിൽ കഴിവ് തെളിയിക്കാനാണ് കേരള നേതാക്കളുടെ ഭാവമെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് നഷ്ടങ്ങളുടെ കഥ ഇനിയും പറയേണ്ടി വരും. പിന്നെ പ്രസ്താവന നടത്തുന്ന നേതാക്കൾ ഓർക്കേണ്ട ഒരു കാര്യം, താഴെ തട്ടിൽ പാർട്ടിക്ക് ശക്തിയുണ്ടെങ്കിലേ നിങ്ങൾക്ക് ജയിച്ച് നിയമസഭയിലെത്താൻ സാധിക്കുകയുള്ളൂ. പഞ്ചായത്ത് ഇലക്ഷൻ പാർട്ടി ശക്തിപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യവും ഈസിയായി നടക്കും. അതാണ് ശ്രീ AK ആന്റണി പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. ഇനിയെങ്കിലും പരസ്പരം ചെളി വാരിയെറിയുന്ന പ്രസ്താവനകൾ നേതാക്കൾ നിർത്തി പാർട്ടിയെ ഒറ്റക്കെട്ടായി നയിക്കണം എന്നാണ് AK ആന്റണി പറഞ്ഞത്. പിന്നെ പഴയ പോലെ പ്രവർത്തകർക്കൊന്നും ഇപ്പോൾ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ കൂടുതൽ താല്പര്യമില്ല എന്നുകൂടി നേതാക്കൾ മനസ്സിലാക്കിയാൽ നല്ലതാണ്. അതും സംസ്ഥാന നേതാക്കൾക്ക് മനസ്സിലാക്കുന്നതാവും നല്ലത്. അപ്പോൾ AK ആന്റണി എന്താണോ ഉദ്ദേശിച്ചത് അത് നടപ്പായാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. AK ആന്റണിയുടെ പ്രസ്താവനയിൽ ഒരു വിശകലനം നടത്തി എന്ന് മാത്രം നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും വിഷയം ഇഷ്ടമാവുമ്പോൾ ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. വീഡിയോ മുഴുവനായി വീക്ഷിച്ച താങ്കൾക്ക് നന്ദി, നമസ്കാരം.